ഞാൻ ലീവ് കൊടുത്തോട് കൂടി എന്തായി നമ്മളെ മാനേജർ കൈമത്ത് കട്ടണം കഴിച്ചു. ഈ രൂപത്തിൽ നിങ്ങൾ അവനെ കണ്ടില്ലല്ലോ. എയ്മലനെ ഏതാ എയ്മലനെ ഈ കൈമലല്ലേ? അപ്പോൾ അതിൻ്റെ മുൻപത്തെ വീഡിയോസിൽ ഞാൻ ഒരു ദിവസം പറഞ്ഞില്ലായിരുന്നോ ഒരു കുളത്തിൻ്റെ പണി. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നല്ലൊരു ഓട്ടം കഴിഞ്ഞു വരും കേട്ടോ ഗൈസ്. സത്യം പറഞ്ഞാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എന്തെങ്കിലുമൊക്കെ എടുക്കാം. ഒരു അർജൻറ്റ് കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അല്ല സുബഹിക്ക് പോയിക്കണം. 4 മണിക്ക് എണീറ്റ് ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ തീർത്തിട്ടാണ് ഇപ്പോൾ ഫോൺ എടുക്കണത്. ഓക്കെ നോക്കാം എങ്ങനെ വരുമെന്ന്. ഹലോ ഗൈസ്, അപ്പോൾ അതിൻ്റെ മുൻപത്തെ വീഡിയോസിൽ ഞാൻ ഒരു ദിവസം പറഞ്ഞില്ലായിരുന്നോ ഒരു കുളത്തിൻ്റെ പണി. ആ കുളം പണി കഴിഞ്ഞിട്ടോ ഗൈസ്. ഇതാണ് കണ്ടീഷനേ കേട്ടോ. അടിപൊളിയായിട്ട് ഇതിൻ്റെ ചുറ്റുമുതലൊക്കെ കെട്ടി ഇങ്ങനെ ആക്കിയിട്ട് ഇതിൻ്റെ അകം ഒന്ന് വൃത്തിയാക്കാനുണ്ട്. ഇത് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കാനാണ് കേട്ടല്ലേ. അത് ഇങ്ങനെയായിട്ടോ മീനുകൾ നിൽക്കണം കാണണോ? അയ്യോ, മീനുകളൊക്കെ പിടിക്കാൻ പോട്ടെ ഗൈസ്. ഇതാണ് കൂടെ കുറച്ച് കത്തറുകൾ വാരാണ്ട്. അത് വാരിക്കഴിഞ്ഞാൽ ഇന്നത്തെ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കാറുണ്ടോ ഈ ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ വിശേഷം. ഓക്കെ, ബൈ ബൈ. എന്താ ആളാരെ നോക്കിട്ടോ, ഇവിടെ ഒരാൾ വന്നിക്കണ്. നിങ്ങൾ അറിയുന്ന ആളാണ്. ഒരു 8-10 ദിവസം ലീവ് കൊടുത്തു. ഞാൻ ലീവ് കൊടുത്തോട് കൂടി എന്തായി നമ്മളെ മാനേജർ കൈമത്ത് കട്ടണം കഴിച്ചു. ഈ രൂപത്തിൽ നിങ്ങൾ അവനെ കണ്ടില്ലല്ലോ. എയ്മലനെ ഏതാ എയ്മലനെ ഈ കൈമലല്ലേ? കേസ് കണ്ടല്ലേ? സംഭവം എന്തെന്നോ, പണിക്കത് കെട്ടി നടന്നാ പണിയെടുക്കണ്ടല്ലോ. ഞാനല്ലേ ഇന്ന് രാവിലെ വല്ല പോയി നോക്കി വീട്ടിൽ കേട്ടോ. അപ്പൊ ഓനെ കയ്യമ്മല് കെട്ടില്ല ഒന്നുമില്ല. ഇത് രാവിലെ വരാ, ഇത് ആ കെട്ടും കെട്ടിയാണ് ഇങ്ങനെ നടക്കും. അപ്പൊ ഒരു പണി എടുക്കണ്ടല്ലോ. ഇപ്പൊ എന്തായി സംഭവം മാറിയില്ല പറ്റാ? അല്ല സത്യത്തിൽ ഉണ്ടേനോ അഭിപ? എവിടെയായാലും അടയാളം കാര്യങ്ങളൊന്നും കാണില്ല, വേദനയും കാണില്ല, വീക്കം കാണില്ല, നീരില്ല. ഇതാണ് അവസ്ഥ കേട്ടോ. മാനേജർ വീണ്ടും ഹാജരായിക്കണോ കേസ്. ഒരു 5-8 ദിവസം ലീവ് കൊടുത്തു. എന്താ പിന്നെ എന്റെ മാനേജർ സ്ഥാനം തെറിച്ചു ചോദിച്ചില്ല എന്നോട് എന്റെ അമ്മ. അപ്പൊ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞു മാനേജർ സ്ഥാനല്ല, മാനേജർ സ്ഥാനം കഴിയുമ്പോഴാണ്. ഇമ്മ പിന്നെ സീനാണ്, കുഴപ്പമില്ല. ഞാൻ അമ്മ അപ്പൊ തന്നെ മണ്ണിക്കൊണ്ടു വരി കുത്തുള്ളതുകൊണ്ടാണ്. എന്റെ ധൈര്യം ചോദിച്ചല്ലേ മാനേജർ സ്ഥാനം. നമ്മക്കിവിടെ ഞാൻ കുറച്ച് ദിവസം കടന്നുറങ്ങാൻ എന്ത് കൂറി പോവാ സുഖമായിട്ട് കടന്നുറങ്ങി. ഇതിപ്പോ ഞവുണ്ട് ഗതിയുണ്ടല്ലോ ചർച്ചിട്ട് ഇവിടെ കടന്നുറങ്ങാൻ. അതെന്നെ പറഞ്ഞേ. അപ്പൊ ഇവിടുന്ന് ഉറങ്ങി ചേലായി എന്നുള്ളതാണ് അതിന്റെ പൊരുള്. ഇമ്മ ചോദിച്ചേ പണിയെടുക്കാൻ മടിയാ ചോദിച്ചു. എന്ത് അല്ല ഇൻട്രസ്റ്റ് വർക്കിന് പോയപ്പം ഇച്ച് ഡയറി നോയിച്ച് ആകെ അല്ലാണ്ടായിനി. ഇപ്പൊ ഇങ്ങനെ തടി കൂടുന്നിട്ട് എത്ര പരിപാടി വെച്ചു. അവിടെ പോവാ കടന്നുറങ്ങാ, തിന്നാ കടന്നുറങ്ങാ പണി കണ്ടായിരുന്നു. അപ്പൊ ഹലോ ഗൈസ്, എന്റെ മൊയലാളി വെച്ചിനി. സോറി മൊയലാളി ഏതാ മൊയലാളി വെച്ചു? പഴയതന്നെ ചോദിച്ചു. മൊയലാളിക്ക് എന്താ മാറ്റം വെച്ച് വെച്ചു. അല്ല കടന്നുറങ്ങാ നീച്ച കടന്നുറങ്ങാ എന്ത് പണിയാണ് മൊയലാളിക്കൊരു ഒലക്കിയിലെ സ്വഭാവം വരാണ്ടറിയില്ല. അതേ രസേ. കാരണം ഇങ്ങനെയൊക്കെയാണ് അടിയിലാണ് പിന്നെ മൊയലാളിനെ അറിയിച്ചാ. മൊയലാളിക്ക് ഇതിന്റെ പ്രഷർ കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ തച്ച് കൊണ്ട് പറഞ്ഞ കാര്യമാണ്. ഒന്നുമില്ല. എന്ത് ഒരാളെ കേസ് ആലോചിച്ചപ്പോൾ എന്താണ് അന്ന് ഞാൻ ഓനോടേ ഒരാളോട് ഞാൻ പോയി പറഞ്ഞേ ഇന്നിങ്ങനെ പഠിപ്പിച്ചു എന്നല്ല ഒരു ചങ്ങനെ. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഫിറോസിനെ പറഞ്ഞ എന്താ ഫിറോസ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. പിന്നെ പറഞ്ഞു മൂപ്പരോട് വിളിച്ചോട് കൂടെ മൂപ്പൻ കഴിഞ്ഞു
നിങ്ങളെ വിളിച്ചപ്പോ ഓൻ്റെ അടുത്തനി ഇങ്ങനെ നിൽക്കുന്നു എത്ര കാലം കച്ചിറക്കു വെച്ചു അതെ മൂപ്പര് വിളിച്ചു ഞാൻ പ്രതീക്ഷയില്ലേ ഞാൻ പിന്നെ ഒത്തും മുണ്ടിയ പിന്നെ കട്ടായിട്ട് ഒറ്റ മുന്നല്ല പിന്നെ ഒന്നേരം പൊന്തിയിട്ടില്ല അതെ രസം ഇതൊരാള് പൊന്തിയിട്ടില്ല ഓക്കെ ഗൈസ് കാണാം ഇൻഷാ അല്ലാ. അല്ല